അത്രയും കാര്യമായിട്ടാണ് നമ്മൾ അതിനെ നോക്കുന്നത്. ഞാൻ കുളിക്കുമെങ്കിൽ അവന്മാരെയും കുളിപ്പിക്കും. ഇതിന് എന്താ വിലയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? കൊടുക്കാനെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ഒരു 550-ന്റെ മുകളിൽ മീറ്റ് വരും. എല്ലാം നോക്കി തന്നെ എടുത്താൽ നമുക്ക് എന്തുകൊണ്ട് പ്രയോജനം? ഒരിക്കലും പോത്ത് നഷ്ടമല്ല. തീറ്റി കൊടുക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് ഒരിക്കലും പോത്ത് നഷ്ടമല്ല. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഈ പോത്തിനെ കൊടുക്കാനാണ്? പോത്തിന് നമുക്ക് കൊടുക്കാം. ഈ സ്ഥലപ്പേരെന്ത്? ഈ സ്ഥലം KK കോണം ഉപ്പ് കണ്ടം പള്ളിക്കൽ. എത്ര പോത്തുണ്ട്? ഇത് 2 പോത്ത്, 2 ചെറിയ പോത്ത്, 2 വേറെ ഉണ്ട്. എത്ര നാളായി മേടിച്ചിട്ട്? ഇത് ഒരാൾ വളർത്തിയ പോത്താണ്, അയാളെ നിന്ന് വാങ്ങി. അല്ലല്ല, വലിയ പോത്ത് അതിൻ്റെ ശേഷം മേടിച്ചത്. ഭയങ്കര ഇതാണെന്ന് തോന്നുമല്ലോ. മറ്റേ പുതിയ ആളിനെ കണ്ടു കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ചാടും. എന്ന് വിചാരിച്ച് പാവങ്ങളാണ്, ഒന്നും ചെയ്യില്ല. 2 കണ നമ്മൾ തീറ്റികളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ 1 ദിവസം കൊണ്ട് അവർ നമ്മളായിട്ട് ഇണങ്ങും. വേറെ ശല്യമൊന്നുമില്ല. വളർത്തുന്നവർക്ക് വളർത്താം, അല്ലാത്തവർക്ക് വേണമെങ്കിലും മേടിക്കാം. പെരുന്നാളായിട്ട് കൊടുക്കുന്നവർക്കൊക്കെ കൊടുക്കാം. വളരാൻ കൊമ്പുകൾ പിന്നെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇനി നിർത്താൻ പറ്റില്ല. കൊമ്പ് തലയിൽ തട്ടാറായി. ഇനി വന്നു കഴിഞ്ഞാൽ തലയിൽ തട്ടും കൊമ്പ്. അല്ലെങ്കിൽ മുറിച്ച് കളയാൻ പറ്റത്തില്ലയോ? മുറിച്ചാൽ പിന്നെ റിമാർക്കാണ്, ഡിമാൻഡ് പോയി. ഇത് പിന്നെ യവനെ 1 വർഷം കൂടെ ഇടാന്ന് ചെയ്ത് കൊടുക്കില്ലായിരുന്നു. ഒരു ആനയിടത്തര ആയനായിരുന്നു, വളരുമായിരുന്നു. അപ്പോൾ കൊമ്പ് നോക്കുമ്പോൾ ഞാൻ ഇടക്കുന്നു. കൊമ്പിൻ്റെ വളർച്ച ഇതായിപ്പോയി, തലയിൽ തട്ടിപ്പോയി. ഇനി ആ കൊമ്പ് വളരാൻ പറ്റില്ല. ഇതിപ്പോൾ എത്ര മാസമായി കറക്റ്റ് മേടിച്ച് വളർത്തിയിട്ട്? ഇത് ഒരു 1.5 വർഷം കഴിയും. 1.5 വർഷം കഴിയും. പിന്നെ എന്തൊക്കെയാണ് തീറ്റയൊക്കെ കൊടുക്കുന്നത്? തീറ്റ നമ്മൾ കൊടുക്കുന്നത് പറഞ്ഞാൽ പിന്നെ പരുത്തി പിണ്ണാക്കും, പിന്നെ ഗോതമ്പ് തവിട്, 2 കൂടെ മിക്സാക്കി കൊടുക്കും. ഗോതമ്പ് നമ്മൾ അതല്ല, ഇതിൻ്റെ പിന്നെ കാലി തീറ്റ പ്രത്യേകം തവിട് വരും, ഗോതമ്പിൻ്റെ തവിട്. ഗോതമ്പിൻ്റെ തവിട് അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ പിന്നെ പുളിയേരിയ ഉപ്പെല്ലാം ബുദ്ധിമുട്ടാണ്, പിന്നെ വിലയും കൂടുതൽ. ഈ 1 വർഷമായിട്ട് ഇതിന് ഗോതമ്പിന്റെ തവിടും ഈ പരുത്തിപ്പിണ്ണാക്ക്, പിന്നെ ചക്ക, മരച്ചീനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളൂ. പിന്നെ കൈത്തീറ്റി പച്ചപ്പുല്ല്, കച്ചില്, അത് സാധാരണ നമ്മൾ അതിന്റെ തീറ്റയാണല്ലോ. അതെ. ഈ പോത്ത് വളർത്തൽ എല്ലാവരും പറയുന്നത് ലാഭമില്ല എന്ന് പറയുന്നത്. ലാഭം തന്നെയാണ്, ഒരു നഷ്ടവും വരില്ല. അതിന് തീറ്റ എടുത്ത് വളർത്തിയാൽ വിൽക്കുമ്പം നമ്മൾ മേടിക്കുന്ന ഡബിൾ. പക്ഷെ വളരുന്ന ജാതി കുട്ടികളെ നോക്കിയെടുക്കണം. അതായത് ഇപ്പോഴത്തെ ബ്രീഡ് എന്ന് പറഞ്ഞാൽ മുറ ആയിട്ട് തന്നെ മേടിക്കണം, എന്നാൽ മാത്രമേ വളരും. പിന്നെ ജാഫ്രാദി കൊള്ളാം, അല്ലാതെ ആന്ധ്ര പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് കുട്ടികളാണെങ്കിൽ നമ്മൾ മേടിക്കുന്നതിൻ്റെ അത്രേ കാണും അടുത്ത വർഷം നോക്കുമ്പോഴും. അത് വെറുതെ പറയുന്നതാണ്. ഇഞ്ചക്ഷൻ ഒന്നും അങ്ങനെ കൊടുക്കാനാവില്ല. വേറെ ഗുളി എല്ലാ മാസവും പിന്നെ 3000-ന്റെ ഗുളി കൊടുക്കും. ഓരോ മാസം കൂടുമ്പോൾ 3000 അത് കൊടുത്താൽ മാത്രമേ പിന്നെ ഇവരെ വയലിലെ വിരകൾ പോകും. ഈ 1 വർഷമായിട്ട് ചേട്ടാ എല്ലാ മാസവും കൊടുക്കും. അതിപ്പോഴും നല്ല ആ കുട്ടിയൊക്കെ ഞാൻ കൊടുക്കും. 15 ദിവസം കഴിയുമ്പോൾ കൊടുക്കും. എന്നാൽ മാത്രമേ നമുക്ക് ഇവരെ വയറ്റിൽ, കാരണം ഈ മണ്ണിൽ നിന്ന് വലിയ അവർ പച്ച പുല്ലുകൾ പറിക്കുന്നത് എങ്ങനെയാലും പിന്നെ വിരകളുണ്ടാവും. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇണങ്ങും. വിളിച്ചായിരിക്കും നമ്മൾ ഒന്നിപ്പോൾ ഇത് നിങ്ങൾ നിന്നുകൊണ്ടാണ് ഇങ്ങനെ ചാടിയത്, അല്ലെങ്കിൽ അവർ ഒന്നും ചെയ്യില്ല. എന്നിട്ട് തന്നെ എൻ്റെ കയ്യിൽ നക്കുന്നത് കണ്ട. അപ്പം അത്രയും ഇണക്കമുണ്ടെങ്കിൽ നമ്മൾ നക്കൂ. കൊടുക്കുക. നല്ല ലാഭമൊക്കെ കിട്ടും. പിന്നെ നല്ല 2 കുട്ടികളാണെങ്കിൽ 1 രൂപ ചോദിക്കാതെ നമ്മൾ എടുത്തില്ലെന്ന് പറയും. ഈ വളരുന്ന ജാതിയാണെങ്കിൽ 1 രൂപ തരട്ടെന്ന് ചോദിക്കും. അത് ഈ പിന്നെ എന്നും പോത്ത് തന്നെ മേടിക്കണം. പോത്തിനെ മേടിക്കുമ്പം പോത്തിൻ്റെ നീളം, നല്ല നീളമുള്ള പോത്തായിരിക്കണം, കാൽ പൊക്കമുള്ളതായിരിക്കണം. പിന്നെ അവന്മാരെ തലത്തിരി വലിയ തലയൊക്കെ ആയിരിക്കണം. ആൾക്കാർ പറയിൽ പിന്നെ മണ്ടനാണെങ്കിൽ അവൻ്റെ തല വലുതുന്നു, അങ്ങനെ ഒരു ഇത് വേണം. പിന്നെ അതിൻ്റെ മുതുവിൻ്റെ ഇത് മേവിടെ പൊങ്ങിയിരിക്കുന്നത് മാത്രമേ മേപ്പോട്ട് പോകും. എല്ലാം നോക്കി തന്നെ എടുത്താൽ നമുക്ക് എന്തുകൊണ്ട് പ്രയോജനം? ഒരിക്കലും പോത്ത് നഷ്ടമല്ല. തീറ്റി കൊടുക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് ഒരിക്കലും പോത്ത് നഷ്ടമല്ല. ഇതിന് എന്താ വിലയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? കൊടുക്കാനെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ഒരു 550-ന്റെ മുകളിൽ മീറ്റ് വരും. 2 കൂടെ അതോ ഒരെണ്ണോ? 2 കൂടെ മീറ്റ് മാത്രം. മീറ്റ് ഒരു 275. ഇത് ഏതാണ്ട് 300 കിലോ മീറ്റ് കിട്ടും ഒന്ന്. അതും ഒരു 275 കിട്ടും എന്നാൽ നമ്മളെ കണക്ക്. അപ്പോൾ അതിൻ്റേതായ വില നമുക്ക് കിട്ടിയാൽ കൊടുക്കാം. ഇപ്പോൾ ഇറച്ചി വിലയാണെങ്കിൽ എത്ര രൂപ വെച്ച് കിലോയ്ക്ക് എത്ര രൂപ വെച്ച് കൊടുക്കാൻ പറ്റും? ഇതെങ്ങനെ കൊടുക്കുന്നത്? മോഹമാണെങ്കിലും തൂക്കം കണക്ക് കൂട്ടും, എങ്ങനെയാ കൊടുക്കാൻ പറ്റും. എന്തായാലും 1 കിലോ ഇറച്ചിക്ക്
ഇതെല്ലാം ജീവനുള്ള ഈ ഒരു 500 രൂപ റേറ്റ് ഇട്ട് വിറ്റ് പോകും. ഇപ്പോൾ അങ്ങനെ എല്ലാം വിറ്റ് പോകണം. 450 രൂപ വെച്ച് ഇറച്ചിക്ക് എന്തായാലും ഇറച്ചി വിൽക്കണം 500 രൂപ ഇതൊക്കെ മോഹമെല്ലാം ഇട്ട് പോകും. അതും അതിൽ കൂടുതൽ ഇന്ന് ഒരാൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരാൾ വന്നിട്ട് 2 എണ്ണത്തിന് ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ 2.5 ലക്ഷം രൂപ ചോദിക്കും. അങ്ങനെ അത്രയും നമ്മൾ ചോദിക്കും. പിന്നെ വില കുറച്ച് കുറയും എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അത് ഒരുമിച്ച് എടുക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് സാധനം എടുത്താലും നമുക്കത് യോഗ്യമായിട്ടില്ല. അവർ ഒരെണ്ണമായിട്ട് കൊടുക്കുമോ 2 അല്ല, ഒന്ന് കൊടുത്താൽ പിന്നെ ഒന്നിനെ നിർത്താൻ പാടാം. ഇപ്പം പിന്നെ അവർ കയറ് കുറച്ച് കൊണ്ടുപോകും. ചിലപ്പോൾ കൊണ്ടുപോകുന്നത് തീറ്റി ഇന്നുമില്ല. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് കൊടുക്കണമെന്നുള്ളതാണ് അത് താല്പര്യം. ചേട്ടൻ്റെ മൊബൈൽ നമ്പർ ഒന്ന് പറയാമോ? ആരെങ്കിലുമൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ 9960900807. സ്ഥലം ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു. സ്ഥലം KK കോണം ഉപ്പ് കണ്ടം, കൊല്ലം ജില്ലയല്ലേ? തിരുവനന്തപുരം ജില്ല. തിരുവനന്തപുരം ജില്ലയിൽ പള്ളിക്കൽ KK കോണം ഉപ്പ് കണ്ടം വീട്ടുപേര്. ഉപ്പ് കണ്ടം അരിയത് കുട്ടി. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് ആര്യത് കുട്ടി. ഉപ്പ് കണ്ടം. അപ്പോൾ വേണ്ടവർ ഈ ചേട്ടൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി. നല്ല നല്ല ഒത്ത പോത്താണ്. പോത്ത് വൃത്തിയുണ്ട്, ഒരു കുഴപ്പമില്ല, നല്ല പോത്താണ്. അത്രയും കാര്യമായിട്ട് അറിയാൻ പറ്റും. അത്രയും കാര്യമായിട്ടാണ് നമ്മൾ അതിനെ നോക്കുന്നത്. ഞാൻ കുളിക്കുമെങ്കിൽ അവന്മാരെയും കുളിപ്പിക്കും ഡെയിലി. രാവിലെ വൈകിട്ടും കുളിപ്പിക്കും അതോ ഒരു നേരം? ഒരു നേരം, ബാക്കി 2 സമയം വെള്ളം അടിച്ചു കൊടുക്കും. അതാണ്ടാ ഒരു കൊതു അടിച്ച പാടെ അവന്മാരെ പുറത്തുണ്ടാന്ന് നോക്കി ഉണ്ടാ. ഇതിനകത്തെ ഈ കൈത്തീറ്റ കൊടുക്കുന്നത് ഒരു നേരം കൊടുക്കത്തുള്ളൂ? 2 നേരം കൊടുക്കും. രാവിലെ ഒരു ചെറിയ രീതി തീറ്റി കൊടുക്കും, വൈകിട്ട് നല്ലത്. പിണ്ണാക്കും തവിടും ഒരു നേരം കൊടുക്കത്തുള്ളൂ? ഇത് രണ്ടും 2 നേരം കൊടുക്കും. രാവിലെ ഒരു മീഡിയം, കാരണം അല്ലെങ്കിൽ എന്ന് പറയാൻ മേയില്ല കൊണ്ട് കെട്ടിയ. അപ്പോൾ വൈകിട്ട് പിന്നെ ഫുള്ളായിട്ട് കൊടുത്ത് കച്ചിലോട്ട് കൊടുക്കും. ഇപ്പോൾ താഴെ തണുപ്പത് കണ്ടോ, വെയിൽ താഴ്ക്കുന്നവർ. ചില ആൾക്കാരെ ഈ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന പഴത്തൊലിയും ഏത്തക്കാടെ തൊലി കൊടുക്കുമല്ലോ, അത് കൊണ്ടേ കൊടുക്കാം. അത് മാത്രം കൊടുക്കുന്ന വിചാരിച്ച് പോത്ത് വന്നാവില്ല. കൊടുക്കരുതെന്ന് പറയാം. അതിന്റെ കറയുണ്ടല്ലോ, അത് കൊടുക്കുന്ന പറഞ്ഞാൽ നല്ലപോലെ കഴുകണം. അത് കൊണ്ടുവന്ന് അത് വെട്ടിയിട്ട് കഴുകി മാത്രമേ ആണ്ട് മലക്കറി വെച്ച് കൊണ്ടുവന്ന് അതുപോലെ വെച്ച് കൊടുത്താൽ പോത്തി എത്തും. ഭയങ്കര വിഷാംശങ്ങളാണ്. അതെ അതെ. ഒരിക്കലും അങ്ങനെ ഇട്ട് കൊടുക്കില്ല. നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ കഴിക്കാൻ എടുക്കുന്ന പോലെ അത് കട്ട് ചെയ്തെടുത്ത് പിന്നെ കംപ്ലീറ്റ് കഴുകി എങ്ങനെ കുഞ്ഞുങ്ങളെ നോക്കുന്നു അതുപോലെ നോക്കണം. അതുപോലെ നോക്കിയാലേ ഉള്ളൂ. അതുപോലെ നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോ എടുക്കാം. പുല്ല ചൊറിയും അതിൻ്റെ പുറത്ത് തൊലി കാണാനില്ല.